രാഗി, ഇനി ഞാൻ രാഗിയെയും പ്രേക്ഷകരെയും കൊണ്ടുപോകുന്നത് ഒരു പോസിറ്റീവായിട്ടൊരിടത്തിലേക്കാണ്. നമ്മുടെ മിഥുൻ മുരളി കണ്ട ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകാൻ പോകുന്നത്. രാമായണ മാസമൊക്കെ ആണല്ലോ, അപ്പോൾ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ. ശ്രീരാമ സഹോദരൻ ശത്രുഘ്നനായി സമർപ്പിതമായ ക്ഷേത്രമാണ് കോട്ടയത്തെ മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം. വനവാസകാലത്ത് ശത്രുഘ്നസ്വാമിയുടെ പുണ്യപാദ സ്പർശമേറ്റ ഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തെ നാലമ്പലങ്ങളിലൊന്നായ മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകാൻ പോകുന്നത്. രാമപുരത്തു നിന്നും തുടങ്ങുന്ന കോട്ടയത്തെ നാലമ്പല യാത്ര രാമപുരത്തെത്തി ശ്രീരാമ ഭഗവാനെ ദർശിച്ചു. കുടപ്പുലം ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം നേടി. അമനക്കര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നേരെ മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക്. കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളിൽ നാലാമത് ക്ഷേത്രമാണ് മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാഗങ്ങളും കല്ലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. വനവാസകാലം ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ ജ്യേഷ്ഠൻ ശ്രീരാമനെ തേടിയിറങ്ങി. കോട്ടയം ജില്ലയിൽ നാലമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വെച്ച് ശ്രീരാമ ഭഗവാനെ സഹോദരന്മാർ കണ്ടുമുട്ടി. ജ്യേഷ്ഠന്റെ സാമീപ്യം ആഗ്രഹിച്ച സഹോദരന്മാരോട് തന്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ വാസസ്ഥലം ഉറപ്പിക്കാൻ ശ്രീരാമ ഭഗവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ശ്രീ ശത്രുഘ്നസ്വാമി വസിച്ച പ്രദേശമാണ് മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. ഉച്ചവരെ ശത്രുഘ്ന സങ്കല്പവും ഉച്ചയ്ക്ക് ശേഷം സന്താന ഗോപാല സങ്കല്പവുമാണിവിടെ. ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രവും ഈ സന്നിധിയിലുണ്ട്. ശ്രീചക്ര സമർപ്പണം, തൊട്ടിൽ സമർപ്പണം, കുടുംബാർച്ചന, ഉടയാട സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. അതുകൊണ്ട് രോഹിണിവാരമൂട്ട് ഇവിടെ ഒരു പ്രധാന വഴിപാടായിട്ട് വരുന്നുണ്ട്. കുട്ടികളുണ്ടാകാത്തവർക്ക്, താമസിക്കുന്നവർക്കും ഇവിടെ രോഹിണിവാരം വഴിപാടായിട്ട് വാരം വെച്ച് ഊട്ടുക എന്നുള്ള ഒരു വഴിപാട് അതിപ്പോൾ എല്ലാ മാസവും നടന്നു വരുന്നുണ്ട്. രോഹിണി നാളിന് അതിന് നല്ലൊരു ഫലസിദ്ധി കണ്ടുവരുന്നുണ്ട്. രാമായണ മാസത്തിൽ നിരവധി ഭക്തരാണ് മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. ഭക്തരുടെ നാലമ്പല പുണ്യയാത്ര. വനവാസകാലത്ത് ദശരഥപുത്ര ഭഗവാന്മാരുടെ സാന്നിധ്യമുണ്ടായ കോട്ടയം ജില്ലയിലെ ഈ പ്രദേശം രാമപുരം എന്ന ഈ പുണ്യസ്ഥലം രാമായണ മാസകാലത്ത് ഭക്തരുടെ ആശ്രയ കേന്ദ്രമായി മാറുകയാണ്. മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.